ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിൻ. എന്തുകൊണ്ട്? ആകയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു. ഉയരത്തിലുള്ള സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് യേശുക്രിസ്തു വെളിപ്പെട്ട് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരാം. ഭൂമിയിൽ നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരില്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ പറ്റി ഉറപ്പുള്ളവരായിട്ട്, അവിടെ ദുർനടപ്പില്ല സ്വർഗത്തിൽ. അത് വിശുദ്ധന്മാരുടെ നാടായതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞ ഓരോ കൂട്ടായ്മയിലും ഓരോ വചന ശുശ്രൂഷയിലും ഈ നമ്മളിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ നീക്കിക്കളയുക. ഇതായി സഭായോഗം കൂടുന്നത്, തമ്മിൽ ബുദ്ധി ഉപദേശിക്കുന്നത്. കാരണം യേശുക്രിസ്തു ഇല്ലാത്ത പല കാര്യങ്ങളും എന്നിലുണ്ട്. അതാ പാപം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കള്ളുകൂടി ഇത് എന്നല്ല. ഇന്നിപ്പോൾ ഞാൻ കള്ളു കുടിക്കാനോ വ്യഭിചാരം ചെയ്യാനോ പോകുന്നില്ല. പക്ഷെ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായിരിക്കുന്ന പല സ്വഭാവങ്ങൾ എഴുതിക്കുന്നുണ്ട്. അവന്റെ അത്രയും കരുണ എനിക്ക് ഇതേവരെയില്ല. ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? ആകയാൽ ദുർനടപ്പ്. ചിലർക്ക് ദുർനടപ്പുണ്ട് ഇപ്പോഴും. സ്നാനം ഏറ്റിട്ടും എന്താണ് തെറ്റായ രീതിയിൽ പോകുന്നത്. ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം മാത്രമല്ല, പല കാര്യങ്ങളും. അതായത് നടപ്പ് നല്ലതല്ലാത്ത എല്ലാം ദുർനടപ്പല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ അത് തെറ്റായ വഴിയല്ലേ. അപ്പൊ അങ്ങനെ അനേക സ്വഭാവ ദൂഷ്യങ്ങൾ ക്രിസ്തുവിന്റെ സ്വഭാവമായിട്ട് വ്യത്യസ്തമായിട്ട് എന്നിലുണ്ട്. അപ്പൊ ഞാൻ പോകുന്ന ഇടത്തെപ്പറ്റി എനിക്ക് നല്ല ബോധ്യവും ഞാൻ അവിടെ പോകുമെന്ന് ഉറപ്പുമുണ്ടെങ്കിൽ, അവിടേക്ക് ഞാൻ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതിന് വിരുദ്ധമായിരിക്കുന്ന എൻ്റെ വിചാരങ്ങൾ ഞാൻ തള്ളിക്കളയും. ഇപ്പൊ ജർമ്മൻ ഭാഷ പഠിക്കുന്ന ഒരു കുഞ്ഞ്, അപ്പം അവിടെ പറഞ്ഞു ഇവിടുത്തെ അവിടെ ജീവിക്കാനൊക്കത്തില്ല, അവിടെ ചെന്ന് പരാതി പറയാനൊക്കത്തില്ല. അപ്പൊ എന്താണ്, പോകുന്ന ദേശത്തെ നിയമങ്ങൾ എന്താണെന്ന് നമ്മൾ ഇവിടെ വെച്ച് തന്നെ പഠിക്കുക. അപ്പൊ എന്താണ്, ഇവിടെ വെച്ച് തന്നെ പരാതികൾ മാറ്റിക്കളയാൻ ശ്രമിക്കുക. അവിടെ ചെന്നിട്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? അപ്പൊ ഇവിടുന്ന് ഒരു ട്രെയിനിങ്. ഇപ്പൊ നമ്മളൊരു ജോലിക്ക് പോയ ഒരു ട്രെയിനിങ് ഇല്ലേ? ഇപ്പൊ മിലിറ്ററി പോകണമെങ്കിൽ 1 വർഷം കഠിനമായിരിക്കും ട്രെയിനിങ് അല്ലേ? പോലീസിൽ പോകണ ട്രെയിനിങ് ഇല്ലേ? ടീച്ചർ ആണെങ്കിൽ ട്രെയിനിങ് ഇല്ലേ? ട്രെയിനിങ് കോഴ്സ് ഇല്ലേ? എന്ത് കാര്യത്തിനും ട്രെയിനിങ് ഉള്ളത് ചോദിച്ചാൽ ആ ലക്ഷ്യത്തിൽ നമ്മൾ ചെന്ന് അവിടെ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ട്രെയിനിങ് വേണം. ഒരു പുതിയ ജീവനക്കാരനെ ഏതൊരു കമ്പനിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. അവർക്ക് അതിന് പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ് ഇവിടുത്തെ നിയമങ്ങൾ, എങ്ങനെയാണ് നീ ഇവിടെ ചെയ്യേണ്ടത്, എന്താണ് നീ ഇവിടെ ആചരിക്കേണ്ട കാര്യങ്ങൾ എന്ന വണ്ണം സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ട്രെയിനിങ് പീരീഡാണ് സ്നാനമേറ്റതിന് ശേഷം മരിക്കുമ്പോഴുള്ള ദിവസങ്ങൾ. ഒന്നുകൂടെ പറയാം, സ്നാനമേറ്റ ഒരു വ്യക്തി സ്വർഗത്തിൽ പോകാനാണല്ലോ സ്നാനം, കർത്താവിനോട് ചേരാനാണല്ലോ. അപ്പോൾ കർത്താവിനോട് ചേരുന്നതിനും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിനും ഇടയ്ക്ക് ചിലർക്ക് ചില വർഷങ്ങൾ കിട്ടും. ഇപ്പൊ എനിക്കിപ്പോൾ 23 വർഷം കിട്ടി. ഈ 23 വർഷം സുവിശേഷ വേല ചെയ്യുമ്പോൾ തന്നെ ഈ ട്രെയിനിങ്ങും കൂടെ സ്വർഗത്തിൽ എനിക്ക് ചെന്നെത്തിയാൽ അവിടെ എങ്ങനെ ജീവിക്കണം ട്രെയിനിങ് പീരീഡ് ഈ സഭാജീവിതം. അങ്ങനെയാണെങ്കിൽ ട്രെയിനിങ്ങിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉദ്ദേശിച്ച ജോലി കിട്ടുമോ? ഇല്ല. അപ്പൊ ട്രെയിനിങ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ മടക്കി വിട്ടെന്ന് ഇരിക്കും, ഇല്ലേ? അപ്പൊ ഈ ട്രെയിനിങ് പീരീഡ് കർത്താവിന്റെ സ്വഭാവത്തിനോട് അനുരൂപമാകുന്ന വർഷങ്ങൾ ദൈവം എനിക്ക് ഭൂമി തന്നിരിക്കുക.